മാതൃത്വം കരുതലിന്റെ കരങ്ങളിൽ. ഇനി പുഞ്ചിരിയോടെ വരവേൽക്കാം ആ വലിയ സന്തോഷം. നിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ, മലപ്പുറം. പൂക്കോട്ടുംപാടം അങ്ങാടിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള അടിപിടി പതിവാകുന്നു. പൂക്കോട്ടുംപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള പ്രശ്നം അങ്ങാടിയിൽ വെച്ച് പരസ്പരം അടികൂടി തീർക്കുകയാണ്. കുട്ടികളുടെ തല്ലുമാലയ്ക്ക് അറുതി വരുത്താൻ അധികൃതരുടെ ഭാഗത്തുനിന്നും നടപടിയില്ലാത്ത സാഹചര്യത്തിൽ നാട്ടുകാർ രംഗത്തിറങ്ങുകയാണ്. ഇന്നുച്ചയോടെയാണ് പരീക്ഷ കഴിഞ്ഞ് മടങ്ങിയ വിദ്യാർത്ഥികൾ തമ്മിൽ പൂക്കോട്ടുംപാടം അങ്ങാടിയിൽ വെച്ച് കയ്യാങ്കളിയിൽ ഏർപ്പെട്ടത്. സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രശ്നം അധ്യാപകർ ഇടപെട്ടതോടെ കുട്ടികൾ അങ്ങാടിയിലെത്തി തമ്മിൽ തല്ലുകയായിരുന്നു. പൂക്കോട്ടുംപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 SSLC വിദ്യാർത്ഥികൾ തമ്മിലാണ് അടിപിടിയുണ്ടായത്. വിദ്യാർത്ഥികൾ നിർമ്മിച്ച റീൽസ് വീഡിയോയാണ് കുട്ടികൾ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് നയിച്ചതെന്നാണ് അറിയുന്നത്. ഈ അധ്യയന വർഷം ഇത്തരത്തിൽ ടൗണിൽ വെച്ച് നിരവധി തവണ കുട്ടികൾ ഈ രീതിയിൽ കയ്യാങ്കളി നടത്തിയിട്ടുണ്ട്. സ്കൂളിന് പുറത്ത് ഇത്തരം അടിപിടികൾ നടക്കുമ്പോൾ പലപ്പോഴും അധ്യാപകർ വിവരം അറിയുന്നില്ല. പോലീസിനും വേണ്ട രീതിയിൽ ഇടപെടാൻ കഴിയാത്ത അവസ്ഥയാണ്. സ്കൂൾ PTA, SMC, പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്നിവരും വിഷയത്തിൽ കൃത്യമായി ഇടപെടാത്തതിനാൽ പൊറുതിമുട്ടിയിട്ടുള്ളത് നാട്ടുകാരാണ്. ഇന്ന് നടന്ന അടിപിടിയിൽ നാട്ടുകാർ ഇടപെട്ടതോടെയാണ് അവസാനമുണ്ടായത്. ഇതിനുശേഷമാണ് പോലീസ് അടക്കം സ്ഥലത്തെത്തിയത്. ഇനിയും പൂക്കോട്ടുംപാടം അങ്ങാടിയിൽ സ്കൂളിലെ കുട്ടികൾ കയ്യാങ്കളി നടത്തിയാൽ നാട്ടുകാർ സംഘടിച്ച് പരിഹാരം കാണാനുള്ള ഒരുക്കത്തിലാണ്. എന്നാൽ അത്തരം സന്ദർഭമില്ലാതെ ഒഴിവാക്കാൻ രക്ഷിതാക്കളും PTA, SMC, സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധിക്കണമെന്നും ടൗണിലെ വ്യാപാരികളും ഓട്ടോ ടാക്സി തൊഴിലാളികളും മറ്റ് നാട്ടുകാരും പറയുന്നു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.